ഇന്നലെ വളരെ നാടകീയമായ സംഭവങ്ങൾ ബംഗാളിൽ നടന്നിരുന്നു. EVM തിരിമറിക്ക് നീക്കം എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ച് തൃണമൂൽ പ്രതിഷേധത്തിന് രംഗത്ത് വന്നു. അതിനെ പ്രതിരോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. അതോടെ ബംഗാളിൽ വലിയ നാടകീയമായ രംഗങ്ങളാണ് ഇന്നലെ രാത്രി അരങ്ങേറിയത്. തന്റെ മണ്ഡലമായ ഭവാനിപൂരിൽ EVM സൂക്ഷിച്ച സ്കൂളിലേക്ക് മമതാ ബാനർജി നേരിട്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 3 മണിക്കൂറിലേറെ നേരം മമത സ്കൂളിനകത്ത് തുടരുകയും ചെയ്തു. ഈ സമയം പുറത്ത് BJP പ്രവർത്തകരും തൃണമൂൽ പ്രവർത്തകരും ഏറ്റുമുട്ടി. ഒരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. തിരിമറി സാധ്യത കണ്ടാണ് താൻ എത്തിയത് എന്ന് പുറത്തു വന്ന ശേഷം മമതാ ബാനർജി മാധ്യമങ്ങളോട് വിശദീകരിച്ചു. एजेंट को इतना अरेस्ट किया, इतना वन साइडेड हुआ, उसका बाद भी अगर ऐसा इसलिए बोलबो सब रास्ता যদি ওরা আসতে পারে তো আমাদের লোকরা গাঁও থেকে যারা যারা পারবে ওখানে এসে দাঁড়াবে। আরে ওকে অথরাইজ ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീനാഥ്, ഇന്നലെ രാത്രി ഏതാണ്ട് ഈ നാടകീയ സംഭവങ്ങളെല്ലാം ഏറെക്കുറെ നേരിട്ട് തന്നെ കണ്ട ആളാണ് ശ്രീനാഥ്. എന്താണ് ഇപ്പോൾ കൊൽക്കത്തയിലെ സാഹചര്യം, ബംഗാളിലെ സാഹചര്യം? വലിയ വാശിയേറിയ പോരാട്ടം ഇത്തവണ ബംഗാളിൽ നടന്നിരുന്നു. BJPയും TMCയും തമ്മിൽ ആ വാശിയേറിയ പോരാട്ടം അത് ഈ തിരഞ്ഞെടുപ്പ് വോട്ട് കൗണ്ടിംഗ് മാത്രം ബാക്കിയുള്ളപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകളും എല്ലാമായി BJPയും തൃണമൂലും തുടരുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ഒരു ആരോപണം TMC കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയും ചെയ്തു. എന്താണ് ബംഗാളിൽ ഇപ്പോഴത്തെ സാഹചര്യം? GK അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ നാടകം, രാത്രി നാടകമാണ് ബംഗാളിൽ കൊൽക്കത്തയിൽ ഇന്നലെ രാത്രി കണ്ടത്. കൊൽക്കത്തയ്ക്ക് ബംഗാളിന് പതിവില്ലാത്ത ചില കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. രാത്രി ഒരു പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ഇടത്തേക്ക് മമതാ ബാനർജി തന്നെ നേരിട്ട് എത്തുന്നു. അവിടെ ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയം മമത ഉള്ളിലിരിക്കുന്നു. പുറത്തപ്പോഴേക്കും സംഘടിച്ച ആളുകൾ എത്തുന്നു. അവർ നേർക്കുനേർ വരുന്നു. അതിനിടയിലേക്ക് TMCയുടെ സ്റ്റിക്കർ പതിച്ച ഒരു വാൻ എത്തുന്നു. ആ വാൻ തടഞ്ഞുകൊണ്ട് BJP പ്രവർത്തകർ വളയം തീർക്കുന്നു. അവരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്നതിനിടെ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. പോലീസുകാരന് പരിക്കേൽക്കുന്നു. അങ്ങനെ വലിയ നാടകങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിൽ രാത്രി 12 മണിക്ക് ശേഷമാണ് ആ പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ഇടത്ത് നിന്ന് പുറത്തേക്ക് മമതാ ബാനർജി വന്നത്. അതിനിടെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം വിളിക്കുന്നു. അർദ്ധരാത്രി തന്നെ ഒരു വാർത്താ സമ്മേളനം അപൂർവമായി അവിടെ നടക്കുന്നു. മമതാ ബാനർജി ഇന്ന് നടത്തിയ നീക്കം, അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിമർശിക്കുന്നു. അങ്ങനെ പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ഇടത്തേക്ക് സ്ട്രോങ് റൂമിനകത്തേക്ക് കയറാൻ ആർക്കും കഴിയില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ മെഷീനുകളുടെ കസ്റ്റോഡിയൻ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്ഥാനാർത്ഥികൾക്ക് അതിന്റെ ഒരു ഒബ്സർവർ, അതിന്റെ ഒരു നിരീക്ഷകനായി അവിടെ എന്താണ് നടക്കുന്നത് നോക്കിക്കാണുന്നതിനപ്പുറത്തേക്ക് അതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാൻ ഈ തരത്തിൽ കടന്നു കയറാനൊന്നും തന്നെ പറ്റില്ല എന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിക്കുകയും ചെയ്തു. പിന്നാലെ പുറത്തു വന്നതിന് ശേഷം മമതാ ബാനർജി, തെരഞ്ഞെടുപ്പ് ബംഗാളിൽ ഇതുവരെ നടക്കാത്ത രീതിയിലാണ് നടക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികളെ പോലും മമതാ ബാനർജിയുടെ റെപ്രസെന്റേറ്റീവിനെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ പലതരത്തിൽ ഒരു ഏകപക്ഷീയമായ രീതിയിലാണ്, വൺ സൈഡഡ് ആയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന രീതിയിൽ മമതാ ബാനർജി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പാർട്ടി പ്രവർത്തകരോടെന്ന വണ്ണം ഒരു വീഡിയോ മമതാ ബാനർജി പങ്കുവച്ചിരുന്നു. അതിൽ അവർ പറഞ്ഞത്, ഈ ഓരോ വോട്ടും എണ്ണിത്തീരുന്നത് വരെ, അവസാന നിമിഷം വരെ ഇനിയിപ്പോൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നതാണ്. EVMിലടക്കം തിരിമറി നടത്താനുള്ള, സ്ട്രോങ് റൂമിൽ കടന്നു കയറാനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിലായിരുന്നു ആ പ്രതികരണം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ദീദിയുടെ ഈ ഇടപെടലിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആശങ്കയുടെ ഘടകം നിലനിൽക്കുന്നുണ്ടോ? കാരണം മിക്ക എക്സിറ്റ് പോളുകളും പശ്ചിമ ബംഗാളിൽ ഒരു വലിയ അട്ടിമറിയുടെ സാധ്യതകൾ പ്രവചിക്കുന്നുണ്ട്. BJP അധികാരത്തിൽ വരും എന്ന പ്രവചനങ്ങൾ വന്നു നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു ആശങ്കയിൽ നിന്നുകൂടിയാണോ മമതാ ബാനർജിയുടെ ഈ ഇടപെടൽ? EVM അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന ആരോപണമൊക്കെ GK അങ്ങനെ ഒരു തോന്നൽ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ദിവസം പോലും, വോട്ടെടുപ്പിന്റെ ദിവസം പോലും പതിവില്ലാത്ത വിധം രാവിലെ 8 മണിയോടെ തന്നെ മമതാ ബാനർജി പുറത്തിറങ്ങുന്നു. ഓരോ ബൂത്തുകളിലും നേരിട്ടെത്തി കാര്യങ്ങൾ സന്ദർശിക്കുന്നു. സാധാരണ ഇല്ലാത്തത് വിധമുള്ള ഒരു നീക്കം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയത്. എക്സിറ്റ് പോളുകൾ ഞങ്ങളുടെ ആവേശം, പ്രവർത്തകരുടെ ആവേശം കെടുത്താനുള്ള ഒരു നീക്കമാണ്, ആത്മവിശ്വാസം തകർക്കാനുള്ള നീക്കമാണ്, അത് അനുവദിച്ചുകൂടാ എന്ന തരത്തിലായിരുന്നു പ്രതികരണം. പിന്നീട് രാത്രി ഈ തരത്തിലൊരു രാഷ്ട്രീയ നാടകം, മാത്രമല്ല കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിന് തൊട്ടടുത്തുള്ള നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലും ഇതുപോലെ ഒരു നാടകം അരങ്ങേറിയതാണ്. അവിടെ
ചില CCTV ദൃശ്യങ്ങൾ, ഈ സ്ട്രോങ് റൂമിനടുത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ തൃണമൂൽ കോൺഗ്രസ് പങ്കുവയ്ക്കുന്നു. അതിൽ ചിലർ എന്തോ ഒരു കാര്യം ചെയ്യുന്നു. അത് EVM ആണോ എന്ത് പെട്ടിയാണെന്ന് അറിയില്ല. ആ ദൃശ്യങ്ങളിൽ അത്ര വ്യക്തതയില്ല. പക്ഷേ സ്ട്രോങ് റൂമിനടുത്തുള്ള ചില പെരുമാറ്റമാണ് അതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നാലെ തന്നെ കുനാൽ ഘോഷ് അടക്കമുള്ള അവിടെ ഒരു ചെറിയ ധർണ നടക്കുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് അതിലൊരു വ്യക്തത വരുത്തി. യഥാർത്ഥത്തിൽ അത് ഈ സ്ട്രോങ് റൂം അല്ല, EVM-കൾ സൂക്ഷിച്ച മുറി തുറന്നിട്ടില്ല. അതിന് സമീപമുള്ള ഈ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ച ഇടം, അവിടെ പോസ്റ്റൽ ബാലറ്റുകൾ മണ്ഡലാടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ജോലിയായിരുന്നു അവിടെ നടന്നതെന്നും അത് നേരത്തെ തന്നെ എല്ലാവരെയും അറിയിച്ചിരുന്നതാണ് എന്നും ഒരു വിശദീകരണം നടത്തി. പിന്നാലെ ഈ ധർണ അവസാനിക്കുന്ന കാഴ്ച കണ്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരിടത്ത് ഭവാനിപ്പൂരിലെ, തന്റെ മണ്ഡലമായ ഭവാനിപ്പൂരിലെ EVM-കൾ സൂക്ഷിച്ചയിടത്തേക്ക് മമതാ ബാനർജി എത്തുന്നത്. ചുരുക്കത്തിൽ ഒരു ആശങ്ക മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് പ്രകടമായി തന്നെ കാണുന്നുണ്ട്. മുൻപൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിലെ എക്സിറ്റ് പോളും അതിനൊരു കാരണമായി എന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് തന്നെ ആ തരത്തിൽ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുള്ള ചില നാടകീയ നീക്കങ്ങൾ, മുമ്പൊന്നും ഇല്ലാത്ത വിധമുള്ള നീക്കങ്ങൾ നമ്മൾ വോട്ടെടുപ്പ് ദിവസം പോലും കണ്ടതാണ് എന്ന തോന്നൽ സ്വാഭാവികമായും തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥികൾ EVM സൂക്ഷിച്ച ഇടത്തേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധരാത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചത്. സ്ഥാനാർത്ഥികൾക്ക് ഈ വിധം EVM-കൾ സൂക്ഷിച്ചിടത്തേക്ക് വരാനോ പരിശോധിക്കാനുള്ള ഒരു സാധുത ഇല്ല എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്. അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ എല്ലാ സ്ഥാനാർത്ഥികളും കൂട്ടത്തോടെ ഈ EVM-കൾ സൂക്ഷിച്ച ഇടത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നടപടി പാടില്ല എന്നുള്ള രീതിയിലാണ് ഇന്നലെ അർദ്ധരാത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടന്നത്. ഏതായാലും ഇന്നലെ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു നാടകീയ രംഗങ്ങൾ, സംഘർഷ സാഹചര്യം ഇന്നലെ കൊൽക്കത്ത നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച ഇന്നുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. GK. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ എനിക്ക് തോന്നി പശ്ചിമ ബംഗാൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പല നിലയ്ക്കും സജീവമായ ഒരു ശ്രദ്ധ ആവശ്യപ്പെടുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് വർഗീയ പ്രചാരണങ്ങൾ ഉണ്ടായി, വലിയ സംഘർഷങ്ങൾ ഉണ്ടായി, പലയിടങ്ങളിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അപ്പോൾ അതിന് ഏറ്റവും ഒടുവിലാണ് ഈ EVM മെഷീനുകളിൽ കൃത്രിമത്വം നടത്താൻ പോകുന്നതെന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് മമതാ ബാനർജി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ. ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പശ്ചിമ ബംഗാളിൽ തൃണമൂലിനെതിരാണ്. അതിൽ ഒരുപക്ഷെ മമതയ്ക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടാകാം. അതിനപ്പുറത്ത് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കൂ, തൃണമൂൽ തോൽക്കും തകർന്നടിയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അന്ന് മമതാ ബാനർജി കാണിച്ച ഒരു ആത്മവിശ്വാസം, എക്സിറ്റ് പോളുകൾക്കെതിരെ നടത്തിയ പ്രതികരണങ്ങൾ അത് ഇത്തവണ ഉണ്ടായില്ലെന്ന് ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്നലത്തെ പ്രകടനം അത് ആത്മവിശ്വാസത്തിന്റെ പുറത്താണോ ആശങ്കയുടെ പുറത്താണോ എന്ന് മെയ് 4-ാം തീയതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.